ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ടർബോ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. മോളിവുഡിന്റെ ഒരു മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ കൂടിയാണല്ലോ ടർബോ. ഇപ്പോഴത്തെ ടർബോയുടെ ആദ്യ പ്രധാനപ്പെട്ട 4 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ 4-ാം ദിവസത്തെ ഞായറാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ 4 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ, ഒപ്പം തന്നെ ഞായറാഴ്ച ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമ അങ്ങനെ കളക്ഷൻ വർധന മികച്ച രീതിയിൽ ഇന്ന് നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. മമ്മൂട്ടി കൂടാതെ രാജ്ബി ഷെട്ടി, സുനിൽ, ഒപ്പം തന്നെ ബിന്ദു പണിക്കർ, അഞ്ജന ജയപ്രകാശ്, ശബരീഷ് തുടങ്ങിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഞായറാഴ്ച ദിവസം കളക്ഷൻ വർധന നേടിയെടുത്ത സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 1,69,00,000 മുകളിലായിരുന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്ന് ഞായറാഴ്ച അത് 2,27,00,000 മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേരളത്തിൽ 4 കോടി കളക്ഷൻ ഇല്ലാതെ പോയ ടർബോയ്ക്ക് ഇന്ന് 4 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 4-4.5 കോടി റേഞ്ചിലാണ് 4-ാം ദിവസത്തെ ഞായറാഴ്ച കളക്ഷനായിട്ട് ടർബോയുടെ കേരള കളക്ഷനായിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ 4 ദിവസങ്ങൾ കൊണ്ട് 18 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ ടർബോ കേരളത്തിൽ മാത്രം നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അത് നാളെ കൃത്യമായിട്ട് അറിയാനായിട്ട് കാത്തിരിക്കാം. ഇനി ടർബോ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ ഈ നിമിഷം വരെ ആദ്യ ദിവസത്തെ യഥാർത്ഥ ബോക്സ് ഓഫീസ് കളക്ഷൻ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. അതും ട്രാക്കേഴ്സിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അപ്പോൾ 2-ാം ദിവസത്തെയും 3-ാം ദിവസത്തെയും ശനിയാഴ്ച ദിവസത്തെയും എല്ലാം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും വന്നിട്ടില്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും 4 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നാം പ്രതീക്ഷിക്കുന്നത് 40-50 കോടി റേഞ്ചിൽ കളക്ഷനാണ്. എന്തായാലും നാളെ തിങ്കളാഴ്ചയെങ്കിലും സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കൃത്യമായ കളക്ഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. വമ്പൻ ബഡ്ജറ്റിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ചെലവേറിയ സിനിമയായിട്ട് റെക്കോർഡ് ബഡ്ജറ്റോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോ എന്ന സിനിമ അങ്ങനെ ആകെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ നല്ല കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി നാളെ തിങ്കളാഴ്ച മുതലുള്ള വീക്ക് ഡേയ്സിലെ കളക്ഷൻ ഏറെ നിർണായകമാണ്. കാത്തിരിക്കൂ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.